മോഹ്സ് മൈക്രോഗ്രാഫിക് സർജറി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് മോഹ്സ് സർജറി അല്ലെങ്കിൽ മോഹ്സ് മൈക്രോഗ്രാഫിക് സർജറി എന്നുള്ളത് നോക്കാം. ഇത് സ്കിൻ ക്യാൻസർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഹ്സ് മൈക്രോഗ്രാഫിക് സർജറി ചെയ്യുന്നത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാൻസറസ് ആയിട്ടുള്ള ടിഷ്യൂ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് റിമൂവ് ചെയ്യുക. ആദ്യം ഫസ്റ്റ് ലെയർ റിമൂവ് ചെയ്തു, എന്നിട്ട് മൈക്രോസ്കോപ്പിൽ നോക്കും, അതിനുശേഷം സെക്കൻഡ് ലെയർ നോക്ക്, അങ്ങനെ ക്യാൻസറസ് ആയിട്ടുള്ള ടിഷ്യൂ കാണാത്തത് വരെ, നോർമൽ ടിഷ്യൂ കാണുന്നത് വരെ ഇങ്ങനെ ഓരോ ലെയർ ആയിട്ടും റിമൂവ് ചെയ്ത് നോക്കും, മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കും. ഇത് സർജൻ തന്നെയാണ് ആ ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ഈ ടിഷ്യൂ റിമൂവ് ചെയ്യുന്നതും, ഇങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് റിമൂവ് ചെയ്യുന്നതും ഓരോ ലെയറും മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്നതും സർജൻ തന്നെ, ഒരാൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ ലെയേഴ്സിനെ നമ്മൾ സ്റ്റേജസ് എന്ന് പറയും. എത്ര ലെയർ ആണോ റിമൂവ് ചെയ്യുന്നത് അതിനെ നമ്മൾ സ്റ്റേജസ് എന്ന് പറയും. അങ്ങനെ ഓരോ ലെയറിലും ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ അതിൽ കുറേ ടിഷ്യൂസ് ഉണ്ടാവും. അങ്ങനെയുള്ള ആ ഒരു ഓരോ ടിഷ്യൂസിനെയും നമ്മൾ ടിഷ്യൂ ബ്ലോക്ക് എന്നാണ് പറയുക. നിങ്ങൾക്ക് ഈ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആവും കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് കോഡ് ചെയ്യാന്ന് നോക്കാം. നമുക്കൊരു എക്സാമ്പിളിലൂടെ തന്നെ നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് നെക്ക് ഫസ്റ്റ് സ്റ്റേജിൽ 5 ടിഷ്യൂ ബ്ലോക്ക്, സെക്കൻഡ് സ്റ്റേജിൽ 4 ടിഷ്യൂ ബ്ലോക്ക്, തേർഡ് സ്റ്റേജിൽ 5 ടിഷ്യൂ ബ്ലോക്സ്, ഫോർത്ത് സ്റ്റേജിൽ 3 ടിഷ്യൂ ബ്ലോക്സ്. അപ്പോൾ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് സർജറി ചെയ്തിട്ടുള്ളത്? നെക്കിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കേണ്ടത് അനാറ്റമിക്കൽ സൈറ്റ് ആണ്. അപ്പോൾ നെക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടും 17311. ആ കോഡ് നിങ്ങൾ എടുത്ത് നോക്കിയേ. മോഹ്സ് മൈക്രോഗ്രാഫിക് ടെക്നിക് ഇൻക്ലൂഡിംഗ് റിമൂവൽ ഓഫ് ഓൾ ഗ്രോസ് ട്യൂമർ, സർജിക്കൽ എക്സിഷൻ ഓഫ് ടിഷ്യൂ സ്പെസിമെൻസ്, മാപ്പിംഗ്, കളർ കോഡിംഗ് ഓഫ് സ്പെസിമെൻസ്, microscopic examination of specimens by the surgeon and histopathologic preparation including routine stain. Areas എവിടെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? head, neck, hands, feet, genitalia or any location with surgery directly involving muscle, cartilage, bone, tendon, major nerves or vessels. First stage up to 5 tissue blocks. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ, ഇങ്ങനെയാണ് കോഡിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ കോഡ് നമ്മൾ എടുത്തു. നെക്കിന് വരിക എവിടെയാണ്? 17311 ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇനി ബാക്കി എത്ര സ്റ്റേജ് ഉണ്ട്. ഇവിടെ ഫസ്റ്റ് സ്റ്റേജിനാണ്, ഫസ്റ്റ് സ്റ്റേജ് അപ് ടു 5 ടിഷ്യൂ ബ്ലോക്സിനാണ് നമ്മൾ ഈ 17311 എടുത്തിട്ടുള്ളത്. ഇനി ബാക്കി എത്ര സ്റ്റേജും കൂടെ ഉണ്ട്? 3 സ്റ്റേജും കൂടെ ഉണ്ട് അല്ലേ. സെക്കൻഡ് സ്റ്റേജ് മുതൽ ഫോർത്ത് സ്റ്റേജ് വരെ ബാക്കി 3 സ്റ്റേജും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ അതിന് അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ കോഡ് എടുക്കണം. 17312 അത് നോക്കുകയാണെങ്കിൽ ഈച്ച് അഡീഷണൽ സ്റ്റേജ് ആഫ്റ്റർ ദ ഫസ്റ്റ് സ്റ്റേജ് അപ് ടു 5 ടിഷ്യൂ ബ്ലോക്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ 17312 ഇൻറ്റു 3, അടുത്ത് 3 എണ്ണം കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ 17312 ഇൻറ്റു 3 അങ്ങനെയാണ് കോഡ് എടുക്കുക. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ മോഹ്സ് സർജറി ചെയ്തിട്ടുള്ള ആമിലാണ്. ഇതിൽ 5 സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ 5 ടിഷ്യൂ ബ്ലോക്ക്, സെക്കൻഡ് സ്റ്റേജിൽ 8 ടിഷ്യൂ ബ്ലോക്സ്, തേർഡ് സ്റ്റേജിൽ 6 ടിഷ്യൂ ബ്ലോക്ക്, ഫോർത്ത് സ്റ്റേജിൽ 7 ടിഷ്യൂ ബ്ലോക്സ്, ഫിഫ്ത്ത് സ്റ്റേജിൽ 4 ടിഷ്യൂ ബ്ലോക്സ്. ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? സൈറ്റ്, അനാറ്റമിക്കൽ സൈറ്റ് നോക്കണം. അപ്പോൾ ആം നോക്കുമ്പോൾ നമുക്ക് എവിടെയാണ്, ഏത് കോഡാണ് കിട്ടുക? 17313 അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ആ കോഡ് എടുത്തു. പിന്നെ ഇനി ബാക്കി എത്ര സ്റ്റേജ് ഉണ്ട് എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൻ്റെ നമ്മൾ കൊടുത്തു. ഇനി ബാക്കിയുള്ള സ്റ്റേജുകൾ 4 സ്റ്റേജും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആഡ് ഓൺ കോഡ് ഏതാണ്? 17314 ആമല്ലേ. അപ്പോൾ അതിൻ്റെ ആഡ് ഓൺ കോഡ് അതിൻ്റെ അടിയിൽ വരുന്നത് 17314 ഇൻറ്റു 4 സ്റ്റേജസ് ഉണ്ട്. ഇനി നമ്മൾ നോക്കാനുള്ളത്, നമ്മൾക്ക് ഈ കോഡ്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ് ടു 5 ടിഷ്യൂ ബ്ലോക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി സെക്കൻഡ് സ്റ്റേജിൽ 8 ടിഷ്യൂ ബ്ലോക്സ് വരുന്നുണ്ട്. അപ്പോൾ 3 എക്സ്ട്രാ ഉണ്ട്. 5 കഴിഞ്ഞിട്ട് ബാക്കി 3 എക്സ്ട്രാ ടിഷ്യൂ ബ്ലോക്സും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ തേർഡ് സ്റ്റേജിൽ 6 ടിഷ്യൂ ബ്ലോക്സ് എന്നാണ് കൊടുത്തിരിക്കണേ. അപ്പോൾ 1 എക്സ്ട്രാ ടിഷ്യൂ ബ്ലോക്ക് ഉണ്ട്. പിന്നെ ഫോർത്ത് സ്റ്റേജിൽ 7 ടിഷ്യൂ ബ്ലോക്സ് ആണ്. അപ്പോൾ 2 എക്സ്ട്രാ ടിഷ്യൂ ബ്ലോക്സ് ഉണ്ട്. അപ്പോൾ ഈ 3 സ്റ്റേജുകളിൽ ഇങ്ങനെ എക്സ്ട്രാ ടിഷ്യൂ ബ്ലോക്സ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സ്ട്രാ വരുന്ന ടിഷ്യൂ ബ്ലോക്സ് എത്രയാണെന്നുള്ളത് ആഡ് ചെയ്യുക. 3 + 1 + 2 അതായത് 6 ടിഷ്യൂ ബ്ലോക്സും കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എക്സ്ട്രാ ടിഷ്യൂ ബ്ലോക്സ് വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ആഡ് ഓൺ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 17315 ആണ്. അതൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ മോഹ്സ് മൈക്രോഗ്രാഫിക് ടെക്നിക് ഇൻക്ലൂഡിംഗ് റിമൂവൽ ഓഫ് ഓൾ ഗ്രോസ് ട്യൂമർ, സർജിക്കൽ എക്സിഷൻ ഓഫ് ടിഷ്യൂ സ്പെസിമെൻസ്, മാപ്പിംഗ്, കളർ കോഡിംഗ് ഓഫ് specimens, microscopic examination of specimens by surgeon and histopathological preparation including routine stain,
explain each additional block after the first 5 tissue blocks any stage. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ ആഡ് ഓൺ കോഡ് ആയിട്ടുള്ള 17315 ഇൻറ്റു എത്ര ടിഷ്യൂ ബ്ലോക്സ് എക്സ്ട്രാ ഉണ്ട്? 6. അപ്പോൾ ഇൻറ്റു 6 അങ്ങനെയാണ് വരിക. ഇപ്പം ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇവിടെ മൗസ് സർജറി ചെയ്തിട്ടുള്ളത് ഹാൻഡ്സിലാണ്. ഫസ്റ്റ് സ്റ്റേജിൽ 4 ബ്ലോക്സ്, സെക്കൻഡ് സ്റ്റേജിൽ 6 ടിഷ്യൂ ബ്ലോക്സ്, തേർഡ് സ്റ്റേജിൽ 10 ടിഷ്യൂ ബ്ലോക്സ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം തന്നെ അനാറ്റമിക്കൽ സൈറ്റ് നോക്കി. ഹാൻഡ്സ് ആയതുകൊണ്ട് തന്നെ 17311 എടുത്തു. അതിനുശേഷം പിന്നെ എത്ര സ്റ്റേജ് ബാക്കിയുണ്ട്? 2 സ്റ്റേജും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ആഡ് ഓൺ കോഡായിട്ടുള്ള 17312 ഇൻറ്റു 2. ഇനി എക്സ്ട്രാ ടിഷ്യൂ ബ്ലോക്സിനും കൂടെ കോഡ് ചെയ്യണം അല്ലേ? അപ്പൊ എക്സ്ട്രാ ടിഷ്യൂ ബ്ലോക്സ് എത്ര എണ്ണം ഉണ്ട്? സെക്കൻഡ് സ്റ്റേജിൽ ഒരു എക്സ്ട്രാ ടിഷ്യൂ ബ്ലോക്ക് ഉണ്ട്, തേർഡ് സ്റ്റേജിൽ 5 എക്സ്ട്രാ ടിഷ്യൂ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ 17315 ഇൻറ്റു 6 ഇങ്ങനെയാണ് കോഡ് എടുക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം മൗസ് മൈക്രോസ്കോപ്പിക് സർജറി ചെയ്യുമ്പോൾ? ഫസ്റ്റ് അനാറ്റമിക്കൽ സൈറ്റ് നോക്കണം, പിന്നെ എത്ര സ്റ്റേജസ് ഉണ്ട് എന്നുള്ളത് നോക്കണം, പിന്നെ എത്ര എക്സ്ട്രാ ടിഷ്യൂ ബ്ലോക്സ് ഉണ്ട് എന്ന് നോക്കണം. അങ്ങനെയാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. എക്സ്ട്രാ ടിഷ്യൂ ബ്ലോക്സിന് നമ്മൾ എടുക്കുന്ന കോഡ് 17315 ആണ്. അത് ഏത് അനാറ്റമിക്കൽ സൈറ്റ് ആണെങ്കിലും എക്സ്ട്രാ ടിഷ്യൂ ബ്ലോക്കിന് നമ്മൾ എടുക്കേണ്ട കോഡ് 17315 ആണ് കേട്ടോ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് എന്തായാലും ഇതിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. അപ്പം നന്നായിട്ട് പഠിക്കണം.